ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാളെ, അതായത് ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച ദിവസം ഭഗവാന്റെ ജന്മദിവസമായ ജന്മാഷ്ടമി ആണല്ലോ കടന്നു വരുന്നത്. ജന്മാഷ്ടമിയെപ്പറ്റി, വ്രതമെടുക്കേണ്ടതിനെ പറ്റി ഒക്കെ വിശദമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഞാനും വ്രതത്തിലാണിന്ന്. നാളെ ഭഗവാന്റെ അവതാര പൂജ കഴിഞ്ഞ് ക്ഷേത്രങ്ങളിൽ അർദ്ധരാത്രി സമയത്ത് 12 മണിക്ക് അവതാര പൂജയുണ്ട്. അതിന് ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നവർക്ക് ആ പൂജ കണ്ടു തൊഴാം. അപ്പോൾ ഭഗവാനെ നിവേദിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അത് പറ്റാത്തവർ ആ സമയം വരെ നമ്മുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അതിൽ, ഇല്ലെങ്കിൽ ശുദ്ധമായ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഭഗവാന്റെ അവതാരം വരുന്ന ഭാഗം വരെയും വായിച്ച് ഭഗവാൻ എന്തെങ്കിലും നിവേദ്യങ്ങൾ വീട്ടിൽ തന്നെ പാൽപ്പായസം ഉണ്ടാക്കുകയോ ലഡുവോ ഉണ്ണിയപ്പോ ഒക്കെ പോലെയുള്ള മധുര പലഹാരങ്ങൾ, എന്തും ചോക്ലേറ്റ് ഉൾപ്പെടെ എന്തും നമ്മുടെ ഭഗവാന് സമർപ്പിക്കാം, മധുരമുള്ളത്. അത് പിന്നീട് നമുക്ക് തന്നെ എടുത്ത് കുടുംബാംഗങ്ങളെല്ലാവരുമായി അത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഭഗവാനെ മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിച്ച് ഒരു മഞ്ഞ മാലയൊക്കെ അണിയിച്ച്, അല്ലെങ്കിൽ ഒരു തുളസി മാലയാണ് വേണ്ടത്. എൻ്റെ അടുക്ക തുളസി മാല കെട്ടാൻ വേണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞ കോളാമ്പി കൊണ്ടുള്ള പൂവാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് കെട്ടി വെച്ചേക്കും. നാളെ ഭഗവാനെ അണിയിക്കാൻ മഞ്ഞപ്പട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ എന്നിട്ട് ഭഗവാന് ഒരു ചെറിയ സദ്യയൊക്കെ ഒരുക്കി വെക്കും. അതിനുശേഷം പാൽപ്പായസമൊക്കെ ഒരുക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു. വെളുപ്പിനെ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്, ഉറിയടിയൊക്കെ കാണണമെന്നുണ്ട്. അത് വളരെ പുലർച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ ഉറിയടിയൊക്കെ. അപ്പോൾ ഇങ്ങനെ നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഭഗവാന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ 1000 മടങ്ങ് പ്രീതി, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ പറ്റിയൊരു ദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസം. അത് നമ്മുടെ ചാന്ദ്രമാസ കലണ്ടർ പ്രകാരം ഈ ശ്രാവണ മാസത്തിലെ കറുത്ത പക്ഷത്തിലെ 8ാം ദിവസം വരും അഷ്ടമി. അതായത് 8ാം ദിവസമാണല്ലോ അഷ്ടമി എന്ന് പറയുന്നത്. അതും അഷ്ടമി തിഥിയും രോഹിണിയും കൂടി കടന്നു വരുന്ന ആ പുണ്യ ദിവസമാണ് ഭഗവാൻ ഭൂമിയിൽ പൂർണ്ണസ്വരൂപനായി, പൂർണ്ണ അവതാരമായി ജനങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശിഷ്ടജനങ്ങളെ പരിപാലനം ചെയ്ത് ഭൂമിക്ക് സമാധാനവും സന്തോഷവും നിവർത്തിക്കുവാൻ വേണ്ടി ഭഗവാൻ കടന്നു വന്നിരിക്കുകയാണ് ആ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട്. നമ്മൾ മറ്റ് എല്ലാ ദേവീദേവന്മാരെയൊക്കെ നമ്മൾ ആരാധിക്കുമ്പോൾ ഏറ്റവും മുൻപിൽ ഭഗവാന്റെ രൂപം, മോഹന രൂപമാണ് നമുക്ക് ഏറ്റവും എല്ലാവർക്കും പ്രിയമായിട്ട് വരുന്നത്. ദേവീ ഭക്തർ ദേവിയെ ആരാധിക്കുമ്പോൾ അവിടെ ദേവിയെ നമ്മൾ കഠിനമായി മന്ത്രങ്ങളിലൂടെ, ലളിതാ സഹസ്രനാമത്തിലൂടെയൊക്കെ നമ്മൾ കഠിനമായി ദേവിയെ ആരാധിച്ച് നിരന്തരം, അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെയൊക്കെ ആരാധിക്കുമ്പോൾ ആ ജപത്തിന്റെ കാഠിന്യത്തിൽ അതിന്റെ പൂർണ്ണത എത്താറാകുമ്പോൾ നമുക്ക് പല പരീക്ഷണങ്ങളും തരും. എന്നാൽ ഭഗവാനെ നമ്മൾ എത്ര വിളിക്കും തോറും ഭഗവാൻ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. എന്നെ നിന്റെ മനസ്സിൽ സ്വീകരിക്കുവാൻ വേണ്ടി, നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഞാൻ ഇറങ്ങി വരുന്നു എന്നാണ് ഭഗവാൻ നമ്മോട് പറയുന്നത്. ആ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരുന്നത്. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ നാം വീണ് തകർന്ന് അടിഞ്ഞു പോകില്ല. ഭഗവാൻ നമ്മോട് ഒപ്പം നിന്ന് നമ്മളെ അതിൽ നിന്ന് കരകയറ്റി, നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും മനസ്സുകൊണ്ട് പിന്നെയും പിന്നെയും അടിച്ച് പദം വന്ന് നമ്മൾ ഒരു പരുവാക്കി ഭഗവാൻ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല ആവർത്തി ശുദ്ധീകരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ ഒന്ന് കടന്നിരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അടുക്കും തോറും നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ആളാണ്. ഒരു പ്രാവശ്യം ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഒരു 10 പ്രാവശ്യം നമ്മുടെ വിളിക്ക് വേണ്ടി വീണ്ടും കാതോർത്ത് നമ്മുടെ അരികിലേക്ക് ഓടി വരും. അങ്ങനെയുള്ള നമ്മുടെ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയസ്ഥനായ, ഹൃദയനാഥനായ, ഒരു കൂട്ടുകാരനായ, ഗുരുവായ, നമ്മൾ ആരാധിക്കുന്ന ഭഗവാനായി, നമ്മുടെ ഓമന കണ്ണനായി, എല്ലാവരുടെയും ഹൃദയത്തിൽ ആനന്ദ നൃത്തം പൊഴിച്ച് ആ മഞ്ഞപ്പട്ടൊക്കെ അണിഞ്ഞ്, തുളസിമാലയണിഞ്ഞ്, വനമാലയണിഞ്ഞ്, മകരകുണ്ടലങ്ങൾ അണിഞ്ഞ്, ശ്രേഷ്ഠമായ ആ സൗഭഗമായ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ ഭഗവാൻ ഓടക്കുടലൊക്കെ ഊതി ഇങ്ങനെ വെണ്ണയൊക്കെ കട്ട്, കുടവത്തിൽ നിന്ന് വെണ്ണയൊക്കെ വാരി കഴിച്ച്, ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പല പല രൂപത്തിൽ ഇങ്ങനെ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുകയാണ്.
അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഭഗവാന്റെ ദ്വാദശ മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഭഗവാന്റെ ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങളൊക്കെ വായിക്കാം, നാരായണീയം വായിക്കാം. ഭാഗവതം വായിക്കുമ്പോൾ ശ്രീകൃഷ്ണ ആ അവതാരം വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാന്റെ ബാലലീലകൾ ഭഗവാന് വേണ്ടി വായിച്ചു കൊടുക്കണം. അത് ഭഗവാന് വളരെ ഇഷ്ടമാണ്. ആരെയും കേൾപ്പിക്കാനല്ല, ഭഗവാനെ കേൾക്കാൻ വേണ്ടി ഭഗവാന്റെ ബാലലീലകൾ, കണ്ണൻ മണ്ണ് വാരി കഴിക്കുന്നതും ഉലൂഹല ബന്ധനവും ഉറി ഒക്കെ തകർക്കുന്നതും അങ്ങനെയുള്ള ബാലലീലകളൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. അത് ഭഗവാന് വേണ്ടി വായിച്ച് കേൾപ്പിക്കുക. ഇല്ലെങ്കിൽ അത് ഭാഗവതം കയ്യിലില്ലാത്തവർ ഇതിന്റെ കഥകളൊക്കെ കേൾക്കുക. എല്ലായ്പ്പോഴും നാളെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യണം മുഴുവൻ സമയവും. അപ്പോൾ ഈ ജന്മാഷ്ടമി വരുന്ന ആ ശരിയായിട്ടുള്ള സമയം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 26-ാം തീയതി പുലർച്ചെ വെളുപ്പിന്, 26-ാം തീയതി പുലർച്ചെ 3:39 മുതലാണ് ഈ ജന്മാഷ്ടമി ആരംഭിക്കുന്നത്. അത് ഓഗസ്റ്റ് 27-ന് പുലർച്ചെ 2:10 അത് അവസാനിക്കും. അപ്പോൾ ആ ഓഗസ്റ്റ് 26-ാം തീയതി 3:39 വെളുപ്പിനെ 3:39 ആരംഭിച്ച്, അതായത് ആ ദിവസം പുലർച്ചെ തന്നെ, അതായത് ഈ ദിവസം ഇന്ന് ഈ ഞായറാഴ്ച കടന്നു വരുന്ന ആ വെളുപ്പിനെ, തിങ്കളാഴ്ച വെളുപ്പിനെ 3:39 ആരംഭിച്ച് അതിനുശേഷം ചൊവ്വാഴ്ച പുലർച്ചെ ആ പ്രഭാതത്തിൽ അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഭഗവാന്റെ ആ ജനനം രാത്രി 12 മണിക്ക് കഴിഞ്ഞ് അതിനുശേഷം 2:10 ആകുമ്പോഴേക്കും ഈ ജന്മാഷ്ടമിയുടെ സമയം അവസാനിക്കും. അപ്പോൾ ഈ ദിവസം എല്ലായ്പ്പോഴും ഭഗവാൻ ജനിക്കുന്ന സമയം വരെയും വ്രതമെടുക്കുന്നവർ അത്രയും അതിനുശേഷമേ ഉറങ്ങുവാൻ പാടുള്ളൂ. ഈ ക്ഷേത്രത്തിൽ അവതാര പൂജ നടക്കുന്ന ആ ഒരു സമയമുണ്ട്. ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ അവനവൻ്റെ ഭവനങ്ങളിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന് എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ സമർപ്പിച്ച് സന്തോഷമായി നിലവിളക്കൊക്കെ കൊളുത്തി ഒരു കർപ്പൂര ആരാധന ഒക്കെ നടത്തി ആരതിയൊക്കെ ഒഴിഞ്ഞ് ഭഗവാൻ ആ ജനിച്ച സമയത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുക. അങ്ങനെ നാമജപങ്ങളിലൂടെ സന്തോഷമായി ഭഗവാന്റെ ആ ആനന്ദ നൃത്തം ഓരോ ഹൃദയത്തിലും ഉണ്ടാകുവാൻ ജന്മാഷ്ടമി വളരെ പ്രയോജനകരമാണ്. എല്ലാ ദിവസവും ഭഗവാനെ പൂജിക്കുന്നതിനേലും നാമജപിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് ജന്മാഷ്ടമി ദിവസം ഭഗവാനെ നാം ആരാധിക്കുന്നത്. നമ്മുടെ സന്തതികളുടെ തലമുറകളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറുവാൻ ഭഗവാനെ സന്തോഷിപ്പിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ കഴിയുമെങ്കിൽ തുളസിമാലയോ എന്തെങ്കിലും അവനവൻ്റെ ശക്തിക്കൊത്ത വഴിപാടുകൾ കഴിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പൂജാ പുഷ്പങ്ങൾ കൊണ്ടുപോകാനേ ഉള്ളൂ എങ്കിൽ അതും മനസ്സോടെ കൊണ്ടുപോകുക. മനസ്സാണ് എല്ലാറ്റിനും പ്രധാനം. നമ്മുടെ മനസ്സാണ് ഭഗവാന് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സാണ് പ്രധാനം. സന്തോഷത്തോടുകൂടി ഒരു തുളസീദലം കൊടുത്താൽ മാത്രം പോലും ഭഗവാൻ അവിടെ പ്രസന്നനാകും. അപ്പോൾ എല്ലാവർക്കും അതിനെ കഴിയട്ടെ. നാളത്തെ ദിവസം ഭഗവാന്റെ ആരാധനയ്ക്കായി നീക്കിവെക്കുക. ഇങ്ങനെയുള്ള വർഷത്തിൽ ചില പുണ്യദിനങ്ങൾ ഭഗവാന് വേണ്ടി കടന്നു വരുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹത്തിനായി ആ ദിവസങ്ങളെ നാം മാറ്റിയെടുക്കുക. ഈ ദിവസങ്ങൾ അത് വളരെ ശ്രേയസ്കരമാണ്. എല്ലാ കൃഷ്ണഭക്തരും ഭഗവാനെ നെഞ്ചിലേറ്റി സ്നേഹിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവവും ശ്രീകൃഷ്ണ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.